ഞാൻ ഡോക്ടർ ഷിയാസ്, അൽ-അസ്ഹർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പീഡിയാട്രിക്സ് വിഭാഗത്തെ പ്രതിനിധീകരിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലത്ത്, അല്ലെങ്കിൽ ഈ ഫെബ്രുവരി മാർച്ചോടുകൂടി നമ്മുടെ സ്കൂളുകളെല്ലാം അടയ്ക്കുമ്പോൾ നമുക്ക് കുട്ടികളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഡയറിയ അസുഖങ്ങൾ, ഡയറിയ വോമിറ്റിംഗ് ആയിട്ടുള്ള അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് വളരെ കോമൺ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അതിനുവേണ്ടിയുള്ള മുൻകരുതലുകൾ ഞങ്ങൾ എടുക്കണതിനെ പറ്റി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഡയറിയ പകരുന്നൊരു അസുഖമായതുകൊണ്ട് നമ്മളത് വളരെ സൂക്ഷിച്ച്, അങ്ങനെ ഒരു അസുഖമുള്ള കുട്ടി വീട്ടിലുണ്ടെങ്കിൽ അവരുടെ അടുത്ത് മറ്റാളുകളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഈ ശുചിത്വം വളരെ നന്നായിട്ട് പാലിക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും പിന്നെ ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും കൈയും നന്നായിട്ട് സോപ്പിട്ട് ഒരു 20 സെക്കൻഡോളം നന്നായിട്ട് കഴുകി ആണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭക്ഷണത്തിന് മുമ്പും ഇതുപോലെ തന്നെ കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം. അതുകൂടാതെ കുടിക്കുന്ന വെള്ളം നമ്മൾ ശ്രദ്ധിക്കണം. വെള്ളത്തിൽ കൂടെയാണ് ഇത് കൂടുതലായിട്ട് പകരുന്നത്. അതുകൊണ്ട് വെള്ളം തിളപ്പിച്ച് ആറ്റിയ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും ശുദ്ധിയുള്ള വെള്ളം കുടിക്കാൻ ശ്രമിക്കണം. പിന്നെ ഭക്ഷണം വാരിക്കൊടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, അമ്മമാർ വാരിക്കൊടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മമാരും പ്രത്യേകം ശ്രദ്ധിച്ച് അവരുടെ കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയതിന് ശേഷം സോപ്പ് പോകുന്നവരെ വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഭക്ഷണം കൊടുക്കാവുള്ളൂ. കൊടുത്ത ഭക്ഷണം കുറച്ച് നേരം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 20 മിനിറ്റോളം നമ്മൾ വച്ച് താമസിപ്പിക്കുന്നൊക്കെ ആണെങ്കിൽ ആ ഭക്ഷണം മാറ്റി വേറെ ഭക്ഷണം കൊടുക്കാനും ശ്രദ്ധിക്കണം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചിട്ടും ഈ ഡയറിയ പോലത്തെ അസുഖങ്ങൾ വരികയാണെങ്കിൽ വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹോം റെമഡി ആയിട്ടുള്ള ORS, നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ORS കൊടുക്കാം. അത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കുന്ന വിധം ഞാൻ പറയാം. പിന്നെ അല്ലാതെ നമുക്ക് കിട്ടാവുന്ന, ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന ORSൻ്റെ പാക്കറ്റ് കിട്ടും. അപ്പോൾ അത് ഒരു പാക്കറ്റ് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർക്കാവുന്നതും ചിലത് 200 ml ചേർക്കാവുന്ന പാക്കറ്റും കിട്ടും. ഏറ്റവും വൃത്തിയുള്ള ഗ്ലാസ്സിൽ നന്നായിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ഈ 200 ml വെള്ളം എടുത്തതിന് ശേഷം ആ ചെറിയ പാക്കറ്റാണ് 200 ml പാക്കറ്റിലോട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് നല്ല സ്പൂണിട്ട് ഇളക്കിയതിന് ശേഷം അവർക്ക് കുടിക്കാൻ കൊടുക്കുക. ബാക്കി വരുന്നത് നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളയണം, അത് ഒഴിവാക്കി കളയണം. ഈ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഉപയോഗിക്കേണ്ടതാണെങ്കിൽ ആ പാത്രത്തിൽ ശരിക്കും നമ്മൾ 1 ലിറ്റർ തിളപ്പിച്ചാറ്റിയ വെള്ളം എടുത്ത് ഈ പാക്കറ്റ് ഒഴിച്ചിളക്കിയതിന് ശേഷം നമ്മൾ വേറെ ഒരു നല്ല വൃത്തിയുള്ള പാത്രത്തിൽ നിന്ന് പകർന്നൊഴിച്ച് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ പകർന്നൊഴിച്ച് എടുത്തത് കൂടുതൽ വരികയാണെങ്കിൽ അത് നമുക്ക് അതും കളയണം. വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം, നമ്മൾ നല്ല ശുദ്ധമായ കഞ്ഞിവെള്ളം എടുത്ത് അതിനകത്ത് സ്വല്പം ഉപ്പിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന കരിക്ക്, അത് പൊട്ടാഷ്യം നന്നായിട്ട് കൂടുതലുള്ളതാണ്. അപ്പോൾ ഈ ഡയറിയ വരുമ്പോൾ ഏറ്റവും കുറവ് വരുന്നതാണ് പൊട്ടാഷ്യം, നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. കരിക്ക് വെള്ളം നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വീണ്ടും നമ്മൾ ശുചിത്വം ഈ പറയും പോലെ കുട്ടികൾക്ക് വീണ്ടും പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയുള്ള കുട്ടികൾ, ഡയറിയുള്ള കുട്ടികൾക്ക് ശുചിത്വത്തിൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും പറഞ്ഞു കൊടുത്ത് അവരിൽ നിന്ന് പകരാതിരിക്കാനുള്ളതും ശ്രദ്ധിക്കണം.